അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് ഒരാൾ അയാളുടെ ആവശ്യവുമായിട്ട് വന്നിട്ട് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ത് മാ ഇന്ദി ഷൈഉൻ, നൻ്റെ എന്തും ഇല്ല ചെന്ത്. വലിയ കഷ്ടത്തെ സമയമായിട്ട് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തും ഇന്നിട്ടില്ല. എന്നിട്ട് ചെന്ന് ലാക്കിൻ യുത്തൈ അലയ്യ ഫൈദാ ജാഅനാ ഷൈഉൻ ഖളൈനാഹു, നിങ്ങൾ സറാക്കറു എന്നിട്ട് എന്തും ഇല്ല, ആയെങ്കിലും ആർട്ടെങ്കിലും എന്തെങ്കിലും എടുത്തോളൂ, പിന്നെ അത് ഞാൻ അയാൾക്ക് എന്താക്കടേ കൊടുക്കടേ, ആരുടെ എന്തെങ്കിലും കട എടുത്തോളൂ, ആ കട ഞാൻ ബീഡരാശത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് എന്ത് എന്നിട്ട് എന്തും ഇല്ല എന്നിട്ട് മുണ്ടതേക്കല്ല, എന്നിട്ട് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരമാക്കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ടതേക്കുന്ന ഒരാളല്ല. മാ സുഇല ഷൈഅൻ ഖത്തു ഫഖാല ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറ് എന്ത് കേട്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാന്ന് ചെല്ലല്ല, ബസാമാത്ത് ഇല്ലാന്ന് ചെന്നെങ്കിലും പിന്നെ അങ്ങനെ നിരാശയായിട്ട് കടത്തല്ല, എന്തെങ്കിലും ഒരു പരിഹാരമാക്കും. അതായിരിക്കും ഇവിടെ ചെന്ന് എന്തേ നീ ആരട്ടെങ്കിലും കേട്ടോളൂ, പിന്നെ അവന് പിന്നെ എന്താക്കട്ടെ തിരിച്ചു കൊടുക്കടേട്ട്. ഇങ്ങനെ ചെന്നപ്പോൾ അവിടെ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന് യാ റസൂലല്ലാഹ് മാ കല്ലഫക അല്ലാഹു മാ ലാ തഖ്ദിറു അലൈഹി, നബിയെ നിങ്ങൾ എന്ത് എത്ര ബുദ്ധിമുട്ടേ, അള്ളാഹു ആനന്ദ കൽപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ എന്ത് ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വന്ന് കേട്ടെങ്കിൽ ഇല്ല ചെന്ന് കടത്തല്ലേ നബിയെ, അതിന് ബദൽ നിങ്ങൾ വേറെ അങ്ങോട്ട് കേക്ക് ഞങ്ങൾക്ക് നാണ് തിരിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെയുള്ള ചൊല്ലേണ്ട ആവശ്യമില്ല. അത് നബി അള്ളാഹു നിങ്ങളുടെ ചെന്നിട്ടില്ലല്ലേ, നിങ്ങളുടെ അള്ളാഹു അങ്ങനെ ഒത്തയാക്കി ചെന്നിട്ടില്ലല്ലേ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു. അപ്പോൾ കരിഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹുവിൻ്റെ ആ പലക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഇഷ്ടമായില്ല അത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്നൊരാളെന്ത് ഒരു സ്വഹാബി അയാൾ ചെന്ന് അംഫിഖ് വലാ തഖ്ഷ മിൻ ദിൽ അർശി ഖിലാല ചെന്ന്, നബിയെ നിങ്ങൾ കൊടുക്കറു, നിങ്ങൾ ചിലവാക്കറു നബിയെ, നിങ്ങൾ മനുഷ്യന്മാർക്ക് സഹായാക്കറു, അർശിലെ ഉടമസ്ഥനായ റബ്ബു നിങ്ങളെ കാലിക്കൈയിലാക്കല്ലേ, നിങ്ങൾ മനുഷ്യന്മാർക്കുള്ള സഹായാക്കറു നബിയെ എന്നിട്ട് ഇന്നൊരാൾ അവിടെ നിന്ന് ചെന്ന് ഫതബസ്സം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ ആ പലക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചിട്ട് ഉരിഫ സുറൂറു ഫി വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിൽ ഒരു സന്തോഷ കാണാൻ സാധ്യത. കാരണം അയാളെ പലക്കത്ത് അയാൾ കൊടുക്കുന്ന വിഷയത്തിൽ പ്രോത്സാഹം കൊടുത്തിട്ടല്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ പലക്ക വലിയ ഇഷ്ടമായി പോയിട്ട്. അപ്പോൾ അതായിട്ടുണ്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് കൊടുക്കുക ചെന്നെങ്കിൽ വലിയ ഇഷ്ടമായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഭാവമായിട്ട്. അതുകൊണ്ട് എനിക്ക് സ്വഹാബത്ത് ചെന്നാർ ഖാന അജ്വദന്നാസ്, മനുഷ്യന്മാരെ കൂടുതൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിട്ട് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടത്തോളം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് ഒരു നാൾ ഏകദേശം 1,00,000 ദിർഹമത്തോളം ഹദിയായിട്ട് വന്നു. 1,00,000 90,000 അഭിപ്രായമാണ്. അപ്പോൾ അത്ര വലിയൊരു ഭീമമായ സംഖ്യയുടെ ഒരു ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദിയായിട്ട് കൊടുത്താറ്. അപ്പോൾ എന്താക്കിയത് കിട്ടിയ ചാൻസ് എന്നിട്ട് അതിൽ പോയിട്ട് ലോക്കറിൽ വെച്ചല്ല, മറിച്ചിട്ട് ഫവളഅഹ അലാ ഹസീരിൻ സുമ്മ ഖാമ ഇലൈഹ ഫഖസ്സമഹ. സുബ്ഹാനല്ലാഹ്, അതിലെ പിന്നെ ഒരു പായിൽ അതിൽ എല്ലാത്തെയും ചൊരിച്ചിട്ട് എന്നിട്ട് അതിലെല്ലാത്തെയും മനുഷ്യന്മാർ വിളിച്ച് കൊടുത്തു. അങ്ങനെ അവസാനം എല്ലാം കാലിയായിട്ട് അങ്ങനെ പായ കുഴഞ്ഞിട്ട് അതിൽ ചുരുട്ടിട്ട് ഔത്തുലുൽഗം പോയിട്ട് വെച്ചിട്ട്. അപ്പോൾ അതായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാചിച്ചുകൊണ്ട് വന്ന് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തി എന്തേ പിന്നെ സദ്ദത്ത് മാ ബൈന ജബലൈനി ചെന്ന്, 2 പർവ്വതത്തെ ഇടയിൽ ഉള്ളതായ ഒരു തെരു, ആ തെരു നിറോടെ ആടുക, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുത്തു പോയിട്ട്. ഇത് പിന്നെ കിട്ടിയതായ ആ മനുഷ്യ അയാളുടെ റായത്ത് പോയിട്ട് ചെന്തു അസ്ലിമു, മനുഷ്യന്മാരെ നിങ്ങൾ ഇസ്ലാം ആവറു, ഫഇന്ന മുഹമ്മദൻ യുഅ്തി അതഅമൻ ലാ യഖ്ശൽ ഫാഖത്ത ചെന്ത്. മദീനത്തുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം ഒരാൾക്ക് കൊടുത്തെങ്കിൽ ലൈഫ് ലാങ് തോറും അയാൾക്ക് പിന്നെ ദാരിദ്ര്യം എത്തല്ല, അങ്ങനത്തെ കൊടുതികാറ
ചെന്ന് അയാൾ ഈ തൻ്റെ സമൂഹത്തെ അയാൾ ഇസ്ലാമിലേക്ക് കൺവേർട്ടാക്കുക അത് കാരണമായിട്ട്. അപ്പോൾ അതായിട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര വിശാലമായ മനസ്കത്ത് അതുകൊണ്ടായിട്ട് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചെന്ന ജനങ്ങൾ കൂട്ടക്കൂട്ടായിട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് അള്ളാഹുയുടെ ദീനിനെ സ്വീകരിച്ചാറ്. അപ്പോൾ അള്ളാഹുയുടെ ദീനിലേക്ക് മനുഷ്യന്മാർ ആകർഷണമുണ്ടായെങ്കിൽ ഞങ്ങളെല്ലാം ചെല്ല് മനസ്സ് തുറക്കണം, മനസ്സ് വിശാലത കാണിക്കണം. അള്ളാഹു ഞങ്ങളുള്ളതായ സമ്പന്ന വ്യക്തിമാർക്ക് മനസ്സ് വിശാലാക്കിയിട്ട് പള്ളിക്കും മദ്രസത്തുക്കും പാവത്തങ്ങൾക്കും ആർഷക്കാർക്കെല്ലാം സഹായമാക്കും. പിന്നെ ഞങ്ങൾക്കെല്ലാം അങ്ങനെ കഷ്ടത്തിലെല്ലാം സ്പന്ദിച്ചു. അള്ളാഹു ഞങ്ങളെ പൈസക്കാർക്ക് എല്ലാവർക്കും തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.